ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സൂപ്പറായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗോതമ്പ് പൽക്കോവയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ വീറ്റ് പാൽക്കോവ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായി ഒന്ന് അടുപ്പത്തേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതുപോലെ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടി. അപ്പോൾ ഈ ഒരു കപ്പിലാണ് നമ്മൾ ഇതുപോലെ ഗോതമ്പ് പൊടി അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇതിലേക്ക് ചേർക്കുന്ന കാര്യങ്ങൾ ആ ഒരു കറക്റ്റ് കാര്യം തന്നെ ഫോളോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് നമ്മൾ 2 കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് ബാക്കിയെല്ലാം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഇത് വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഫ്ലെയിം ഒരുപാട് ഇങ്ങനെ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കാൻ വേണ്ടി നിൽക്കരുത്. അതായത് ഒരു മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചിട്ട് ചെറിയ ആ ഒരു ചൂടിൽ വെച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട്. വറുത്തെടുക്കുന്ന പറഞ്ഞാൽ നന്നായിട്ട് തന്നെ ഏകദേശം ഒരു 3-4 മിനിറ്റോളം നമ്മൾ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. എങ്കിൽ മാത്രമേ ഈ ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു മണമൊക്കെ ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും ലൈറ്റായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മാറി കിട്ടും. ആ ഒരു സമയം വരെ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. നമ്മുടെ ഈ മാവ് ഒന്ന് ചൂടാക്കി എടുക്കുന്ന സമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതായത് നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഒന്നും മാറിക്കളയരുത്. മാറുകയാണെന്നുണ്ടെങ്കിൽ അതിനടിയിലെ ചൂട് കൊണ്ട് അതിനുള്ളിലുള്ള ഈ അടിയിൽ കിടക്കുന്ന ആ മാവിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് വറുത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരുപാട് ഫ്ലെയിം ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് ചെറിയൊരു മണമൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയാണ്. അപ്പോൾ ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 കപ്പോളം നെയ്യും കൂടിയാണ്. അപ്പോൾ ഈ മെഷർമെൻറ്റ് കപ്പ് 1/2 കപ്പിൻ്റെതാണ്. പക്ഷെ അത് നിറയെ ഞാൻ എടുത്തിട്ടില്ല. ഏകദേശം ഈ ഒരു അളവിൽ അതിൻ്റെ 1/4 ഭാഗത്തു നിന്ന് ഒരല്പം കൂടി കൂടുതലായിട്ട് എടുത്തിട്ടുള്ളൂ. കാരണം 1/2 കപ്പോളം നമുക്ക് നെയ്യ് വേണം. പക്ഷേ അത് പിന്നീട് ബാക്കി കുറച്ചും കൂടി ചേർക്കാനുണ്ട്. നമുക്കിത് നെയ്യിൽ മാത്രമേ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. സാധാരണ നമുക്ക് വേറെ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. എണ്ണയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴൊന്നും നമുക്കത് പെർഫെക്റ്റായിട്ട് വരികയില്ല. ഇനിയിപ്പോൾ നെയ്യ് തീരെ ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പകുതി നെയ്യും പകുതി വനസ്പതിയും നമുക്ക് ചേർത്ത് തയ്യാറാക്കി എടുക്കാം. പക്ഷേ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫുള്ളും നെയ്യിൽ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാകുന്നത്. നമ്മുടെ ഈ നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ വീണ്ടും ഒന്ന് വറുത്ത് കൊടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കണം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് നമ്മുടെ നെയ്യെല്ലാം ഒന്ന് ഉരുകിയിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഇതെല്ലാം മാവൊക്കെ നന്നായിട്ട് നെയ്യിലൊന്ന് കുതിർന്ന് കിട്ടണം. മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഒരു 2 മിനിറ്റോളം നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം. ഈ ഒരു കളറാകുന്നത് വരെയും നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇപ്പോൾ നല്ലൊരു നെയ്യിൻ്റെ നമ്മുടെ ആ ഗോതമ്പ് പൊടിയുടെയൊക്കെ നല്ലൊരു മണമാണ് വരുന്നത്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിമിന് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നല്ലതുപോലെ മാക്സിമം റൂം ടെമ്പറേച്ചറിൽ നന്നായിട്ടൊന്ന് തണുക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റൂം ടെമ്പറേച്ചറിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഒരു ബൗളിലേക്ക് നമുക്ക് ഒന്ന് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് ചെയ്തെടുക്കാം. നമ്മുടെ മാവെല്ലാം നന്നായിട്ടൊന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് പാൽപ്പൊടിയും കൂടി. അപ്പോൾ പാൽപ്പൊടി വന്നിട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. അപ്പോൾ ഏലക്ക പൊടിക്കുന്ന റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കണ്ടു നോക്കിയേക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഇതുപോലെ തരിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്
ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ 1/2 കപ്പ് അളവിൽ പഞ്ചസാര നന്നായിട്ട് മുഴുവൻ പഞ്ചസാര എടുക്കണം. അതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അല്ലാതെ പഞ്ചസാര പൊടി മാത്രം 1/2 കപ്പായിട്ടല്ല എടുക്കാൻ വേണ്ടി പറയുന്നത്. 1/2 കപ്പ് പഞ്ചസാര ഒന്ന് എടുത്തിട്ട് അത് മിക്സിയിൽ പൊടിച്ച് ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ചിട്ട് മാത്രം ഫസ്റ്റ് ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നേ ഉള്ളൂ. വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര നമുക്കിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതുപോലെ ഈ ഒരു അളവിന് ബാക്കി പഞ്ചസാര ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇത്രയും ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ബാക്കിയുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, അത് പിന്നീട് ആവശ്യമായിട്ടുണ്ടാകും, ഞാൻ പറയാം. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, നമ്മൾ നേരത്തെ 1/2 കപ്പ് നെയ്യ് എടുത്തതിൽ കുറച്ച് നെയ്യ് ചേർത്തിട്ടില്ലായിരുന്നു. അതുപോലെ ഞാനിപ്പോൾ ഈ ഒരു അളവിന് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരല്പം നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 1/2 സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടും. ഇങ്ങനെ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ എങ്ങാനും നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാൽപ്പൊടി ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. നമ്മളിങ്ങനെ ഓരോ ബോൾസും തയ്യാറാക്കി എടുത്ത് കയ്യിലേക്ക് വെക്കുമ്പോഴത്തേക്കും ഇച്ചിരി ലൂസായിട്ട് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാൽപ്പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഒരു ഷേപ്പിനാണ് നമ്മളിതെല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ട് തയ്യാറാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ്, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ കുറച്ച് ഷുഗർ പൗഡർ, അതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്നും കൂടി റോൾ ചെയ്തെടുക്കാം നമുക്ക്. ഇതുപോലെ ഈ ഒരു രീതിക്ക് ഷുഗർ പൗഡറിലേക്ക് ഇട്ടൊന്ന് റോൾ ചെയ്തും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് പാൽക്കോവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ളതാണെന്ന് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറയില്ലേ സ്വീറ്റ്, അതുപോലെ ആ ഒരു രീതിക്കാണ് നമുക്കിത് കിട്ടുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സോൻ പപ്പടിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ അതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ മൈസൂർ പാക്കിൻ്റെ ടേസ്റ്റും അങ്ങനെ അതൊക്കെ മിക്സ് ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. ഇത് കുറച്ച് ദിവസം നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാവുന്നേ ഉള്ളൂ. ഏകദേശം ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. Take care, dear friends.